എല്ലാവർക്കും നമസ്കാരം. ഹൈബി നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, പക്ഷെ വേറെ വഴിയില്ലാത്തത് ഞാൻ സംസാരിക്കാൻ വന്നതാണ്. എനിക്കിങ്ങനെ വന്ന് പങ്കെടുത്ത് പോകുന്നതിലാണ് സന്തോഷം. കറക്റ്റായിട്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. പിന്നെ എനിക്ക് ഉമ്മച്ചേച്ചിയോട് പറയാനുള്ളത്, ഉമ്മച്ചേച്ചി ഇങ്ങനൊരു കാര്യം കണ്ടക്ട് ചെയ്തതിനെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വരണമെന്നുള്ളത്. പക്ഷെ പല കാരണങ്ങളും ഡേറ്റ് ഇങ്ങനെ മാറിപ്പോയപ്പോഴൊക്കെ എനിക്ക് തോന്നിയിരുന്നെങ്കിൽ എനിക്ക് ഷൂട്ടിന്റെ ഡേറ്റ് പ്രോബ്ലം ആകുമോ, ബാംഗ്ലൂരിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ. പക്ഷെ എങ്ങനെയൊക്കെയോ ലക്കിലി കറക്റ്റ് ഇങ്ങനെ ഡേറ്റ് മാറിയാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ അത് കറക്റ്റായി സംഭവിച്ചു. എനിക്കിതൊരു ഭാഗമാകാൻ പറ്റി. പിന്നെ പി ടി തോമസ് സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ വളരെ ശക്തമായി നിന്ന ഒരു ആളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മളങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റില്ല. അവർ വളരെ അൺകണ്ടീഷണലായി മറ്റൊരാളുടെ പ്രശ്നത്തിൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ മനസ്സ് വേണം. അതിനെനിക്ക് പി ടി തോമസ് സാറിനെ എനിക്ക് എൻ്റെ ഫാമിലിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പി ടി തോമസ് സാറിൻ്റെ വൈഫ് ചേച്ചി വിളിക്കാന്ന് പറയുമ്പോൾ എനിക്ക് സാറ് വിളിക്കുന്ന പോലെ തന്നെയാണ്. സോ തീർച്ചയായും എനിക്കിവിടെ വരണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഹൈബിനെ പറ്റി പറയാനുള്ളത്, ഞങ്ങൾ ഒരുപാട് ഫംഗ്ഷൻ വിളിച്ചത് എനിക്ക് പലപ്പോഴും ഷൂട്ടുകാരെ വരാൻ പറ്റിയിട്ടില്ല. ഫൈനലി അതും സംഭവിച്ചു. ഞാൻ ഹൈബിയുടെ വൈഫ് എൻ്റെ വളരെ നല്ല ഫ്രണ്ടാണ്, അന്നാന്ന് പറഞ്ഞിട്ട്. ഇവരൊക്കെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പേ അറിയാം. ഞങ്ങൾ ഒരുപാട് അന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, കല്യാണം കഴിക്കാൻ പോകാന്നൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് അവരിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. വളരെ ഒരു ഹാപ്പി കപ്പിളാണ്. സോ ഹൈബിക്കും അന്നയും എപ്പോഴും ക്ലോസ് ടു മൈ ഹാർട്ടാണ്. പിന്നെ ആശാ വർക്കേഴ്സിനെ പറ്റി പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഒന്നും തിരിച്ച് ആഗ്രഹിക്കാതെ വളരെ സെൽഫ്ലെസ് ആയി നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളൊക്കെ ശരിക്കും ഏഞ്ചൽസ് വിതൗട്ട് വിങ്സ് എന്ന് പറയാം. സോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ആദരിക്കപ്പെടേണ്ടവരെല്ലാവർക്കും നേരത്തെ വിളിച്ചു. ചിലർ പറഞ്ഞു അത് അവരുടെ മനസ്സിന്റെ വലുപ്പം കൊണ്ടാണ്. നിങ്ങൾ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ആദരിക്കപ്പെടുന്ന ആൾക്കാരാണ്. നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ ഒരു നല്ല ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതിനെന്റെ ഒരു ഭാഗമായിട്ടുള്ള ചേച്ചിക്ക് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു സോ മച്ച്.